ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ച എന്തായിരുന്നു? പ്രിലിമിനറി ക്ലാസിഫിക്കേഷൻ ഓഫ് സർവേ. അതിൽ നമ്മൾ പ്ലെയിൻ സർവേ, ജിയോഡറ്റിക് സർവേ ഒക്കെ നമ്മൾ പഠിച്ചു. then നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് സർവേ. ബേസിക്കലി മൂന്നായിട്ടാണ് ഇതിൽ പറയുന്നത്. ഒന്ന് ലൊക്കേഷൻ അനുസരിച്ച്, ബേസ്ഡ് ഓൺ ലൊക്കേഷൻ. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ്ഡ് ഓൺ ഒബ്ജക്റ്റീവ്, നമ്മുടെ ഒബ്ജക്റ്റീവ് അനുസരിച്ചിട്ട്. അടുത്തായിട്ട് എന്ത് മെത്തഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അതായത് ബേസ്ഡ് ഓൺ മെത്തഡോളജി അനുസരിച്ച്. അങ്ങനെ മൂന്നായിട്ടാണ് സർവേനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ആദ്യം ബേസ്ഡ് ഓൺ ലൊക്കേഷൻ അനുസരിച്ച് പറയുകയാണെങ്കിൽ ഹൈഡ്രോഗ്രാഫിക് സർവേ, ആസ്ട്രോണമിക്കൽ സർവേ, ലാൻഡ് സർവേ ആണ് വരുന്നത്. ഈ ഹൈഡ്രോഗ്രാഫിക് സർവേ ഇമ്പോർട്ടൻ്റ് ആണ്, അധികവും ക്വസ്റ്റ്യനിൽ ചോദിക്കുക. എന്താണ് ഹൈഡ്രോഗ്രാഫിക് സർവേ? പേര് തന്നെ അറിയാമല്ലോ നമുക്ക്. എന്താണ്? സ്റ്റഡി ഓഫ് ലാർജ് വാട്ടർ ബോഡീസ്, അതായത് വാട്ടർ ബോഡീസായിട്ട്, അതായത് നമ്മളിപ്പോൾ മീൻ സീ ലെവൽ കണ്ടുപിടിക്കാൻ, പിന്നെ ഇൻ്റർനാഷണൽ വാട്ടർ ബൗണ്ടറി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ, കോസ്റ്റൽ ഇൻവാരിയൻസ്, ഓഫ് ഷോർ കൺസ്ട്രക്ഷന്, അങ്ങനെ അതായത് ലാർജ് വാട്ടർ ബോഡീസിനെ കുറിച്ചുള്ള സ്റ്റഡി, അതാണ് ഹൈഡ്രോഗ്രാഫിക് സർവേ. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ദെൻ ആസ്ട്രോണമിക്കൽ സർവേ എന്താണ്? അതൊക്കെ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാവും. എന്താണ്? ഹെവൻലി ബോഡീസ്, ആസ്ട്രോണമിക്കൽ ആയിട്ടുള്ള സർവേകൾ. ദെൻ ലാൻഡ് സർവേ ആണെങ്കിൽ അതിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: ടോപ്പോഗ്രാഫിക് സർവേ, സിറ്റി സർവേ ആൻഡ് കഡസ്ട്രിയൽ സർവേ. ആദ്യം ടോപ്പോഗ്രാഫിക് സർവേ പറഞ്ഞാൽ എന്താണ്? സ്റ്റഡി ഓഫ് നാച്ചുറൽ ഫീച്ചേഴ്സ് സച്ച് ആസ് റിവേഴ്സ്, മൗണ്ടെയ്ൻസ്, വാലീസ്. അതായത് നമ്മൾ വാലീസ്, മൗണ്ടെയ്ൻസ്, അങ്ങനത്തെ അതിനെയൊക്കെ സർവേ ചെയ്യില്ലേ, അതിനെയാണ് നമ്മൾ ടോപ്പോഗ്രാഫിക് സർവേ എന്ന് പറയുന്നത്. ദെൻ സിറ്റി സർവേ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ സിറ്റികളിൽ ചെയ്യുന്ന, അതായത് സ്ട്രീറ്റിൻ്റെ ലേഔട്ട് ഇടാൻ വേണ്ടിയിട്ട്, അതേപോലെ വാട്ടർ സപ്ലൈ ലൈൻസ്, സീവർ ലൈൻസ്, അതിനൊക്കെ വേണ്ടിയിട്ടുള്ള സർവേയിങ്. ദെൻ കഡസ്ട്രിയൽ സർവേ പറയുകയാണെങ്കിൽ ഓൾസോ നമ്മൾ ഈ കഡസ്ട്രിയൽ സർവേ നമ്മൾ റവന്യൂ സർവേ എന്ന് കൂടി പറയുന്നുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചെയിൻ സർവേ എത്തുമ്പോൾ ഇതെന്തുകൊണ്ടാണ് ഈ പേര് വന്നതെന്ന് നമുക്ക് മനസ്സിലാവും. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ദെൻ ഈ കഡസ്ട്രിയൽ സർവേ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ബൗണ്ടറിയുമായി ബന്ധപ്പെട്ട സർവേ. അതായത് നമുക്കിപ്പോൾ ഒരു പ്ലോട്ടിൻ്റെ ഏരിയ കാണണം, അല്ലെങ്കിൽ ഒരാളിൽ നിന്നും വേറൊരാളിലേക്ക് ഒരു പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യണം, അങ്ങനത്തെ ഒക്കെ ഒരു സർവേ ആണെങ്കിൽ നമ്മൾ കഡസ്ട്രിയൽ സർവേ ആണ് യൂസ് ചെയ്യുന്നത്. ഈ കഡസ്ട്രിയൽ സർവേ എന്താണ്? ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇനി നമ്മളുടെ ഒബ്ജക്റ്റീവ് അനുസരിച്ചിട്ട്, ബേസ്ഡ് ഓൺ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? പേര് തന്നെ നമുക്ക് മനസ്സിലാവും. മിലിറ്ററി സർവേ, ദെൻ മൈൻ സർവേ, ആർക്കിയോളജിക്കൽ സർവേ, അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ദെൻ ജിയോളജിക്കൽ സർവേ, എൻജിനീയറിംഗ് സർവേ. ഫസ്റ്റ് മിലിറ്ററി സർവേ പറയുകയാണ് എന്താണ്? എസ്റ്റാബ്ലിഷ് പോയിന്റ് ഓഫ് കൺട്രോൾ, സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ്, അത് അറിയാലോ, മിലിറ്ററി ആയിട്ട് ബന്ധപ്പെട്ട സർവേ ആണ്. ദെൻ മൈൻ സർവേ, ആർക്കിയോളജിക്കൽ സർവേ, അൺഎർത്തേൺ ദ റിലിക്സ് ഓഫ് ആൻറ്റിക്വിറ്റി. ഇത് നമുക്ക് ഇതേ സെൻറ്റൻസ് തന്നെ എടുത്തിട്ട് എന്താണ് ക്വസ്റ്റ്യനിൽ ചോദിക്കാറുണ്ട്. അൺഎർത്തേൺ ദ റിലിക്സ് ഓഫ് ആൻറ്റിക്വിറ്റി, അതേത് ടൈപ്പ് ഓഫ് സർവേ ആണ്? അതേത് ടൈപ്പ് ഓഫ് സർവേ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആർക്കിയോളജിക്കൽ സർവേ ആണ്. ദെൻ ജിയോളജിക്കൽ സർവേ, അതായത് ജിയോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എർത്തിൻ്റെ വേരിയസ് ലെയേഴ്സ്, അതിനൊക്കെ കുറിച്ചുള്ള സ്റ്റഡി. ദെൻ എൻജിനീയറിംഗ് സർവേ ആണെങ്കിൽ എൻജിനീയറിംഗ് സർവേയിൽ 3 സ്റ്റെപ്പുകളുണ്ട്. അത് ഏതൊക്കെയാണ്? 3 സ്റ്റെപ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് വണ് റെക്കഗ്നൈസൻസ് സർവേ, പ്രിലിമിനറി സർവേ ആൻഡ് ലൊക്കേഷൻ സർവേ. ഈ റെക്കഗ്നൈസൻസ് സർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് തവണ ക്വസ്റ്റ്യനിൽ ചോദിച്ചാണ് റെക്കഗ്നൈസൻസ് സർവേ. റെക്കഗ്നൈസൻസ് സർവേ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വിസിറ്റ്, അതായത് നമ്മൾ സൈറ്റ് ഫസ്റ്റ് വിസിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ, ഇനീഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് സൈറ്റ് എന്നൊക്കെ പറഞ്ഞതാണ് റെക്കഗ്നൈസൻസ് സർവേ ആണ്. അതായത് നമ്മൾ ഈ റെക്കഗ്നൈസൻസ് സർവേയിൽ ആദ്യമായിട്ട് സൈറ്റ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യൂലേ, അതിനാണ് റെക്കഗ്നൈസൻസ് സർവേ എന്ന് പറയുന്നത്. ഇനീഷ്യലായിട്ട് നമ്മൾ സൈറ്റിൽ പോകുന്ന ടൈമിൽ നമ്മൾ ഒരു റഫ് സ്കെച്ചൊക്കെ വരയ്ക്കൂലേ, ആ റഫ് സ്കെച്ചൊക്കെ ഈ സർവേയിൽ വരയ്ക്കും. അതേപോലെ നമ്മൾ ഇതിൽ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത് ഐ ജഡ്ജ്മെൻറ്റ് ഓർ പേസിങ് വെച്ചിട്ടാണ്. ഇതും ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളതാണ്. റെക്കഗ്നൈസൻസ് സർവേയിൽ എങ്ങനെയാണ് ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത് എന്ന്. ദെൻ പ്രിലിമിനറി സർവേ, ലൊക്കേഷൻ സർവേ. ഇതാണ് മെയിൻ ആയിട്ടുള്ളത് ക്വസ്റ്റ്യൻസ് വരുന്നത്. റെക്കഗ്നൈസൻസ് സർവേ എന്താണെന്നുള്ളതാണ്. ദെൻ മെത്തഡോളജി അനുസരിച്ചിട്ട് ട്രയാങ്കുലേഷനും ട്രാവേഴ്സിങ്ങും, ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട്
എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാണ്ട് ജസ്റ്റ് ഇപ്പോൾ പറഞ്ഞാണ് മെത്തഡോളജി അനുസരിച്ച് ട്രയാങ്കുലേഷനും ട്രാവേഴ്സിങ്ങും ആണ് ഉള്ളത്.